നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു കഥയാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹവും ഒരു എലിക്കുട്ടനും ഉണ്ടായിരുന്നു. ഒരു ദിവസം സിംഹം കുറേ ആഹാരം കഴിച്ചിട്ട് കടന്ന് ഉറങ്ങി. കൂക്കം വലിച്ചോണ്ട് ഉറങ്ങി ആ മരത്തിൻ്റെ അവിടെയായിട്ടൊരു കൂടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തായിട്ടൊരു എലി താമസിച്ചിരുന്നു. അപ്പോൾ എലിയിൽ കൂക്കം വലി കേട്ടു. അപ്പോൾ എലി വന്ന് നോക്കിയപ്പോൾ ഒരു സിംഹം കടന്നുറങ്ങിയായിരുന്നു. എലിക്കുട്ടൻ വിചാരിച്ചു, കുറച്ച് സിംഹം ഉറങ്ങിയില്ലേ, കുറച്ച് നേരം കുസൃതി കാണിക്കാന്ന് പറഞ്ഞ് സിംഹത്തിൻ്റെ പെറുത്തൊക്കെ ചാടി കളിച്ച് മടങ്ങി വന്നു. അപ്പോൾ സിംഹത്തിന് വേദനിച്ച് നോക്കി എലിക്കുട്ടൻ പേടിച്ചു ഓടാൻ പോയപ്പോൾ സിംഹം കൈ കൊണ്ട് പിടിച്ചു. അപ്പോൾ സിംഹം പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ പെരത്ത് വന്ന് കളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, സോറി രാജാവേ, ഞാൻ ഒന്ന് തെറ്റുപറ്റിപ്പോയതാണ്. എന്നിട്ട് സിംഹം പറഞ്ഞു, ഞാൻ ഇന്ന് മാത്രം വെറുതെ വിട്ടിട്ടുണ്ട്, ഇനി ഇവിടെ വന്നോവല്ലേ, ഞാൻ കുറച്ച് ആഹാരം കഴിച്ചിട്ടായിരുന്നു കടന്നുറങ്ങി, അല്ലെങ്കിൽ നീ എൻ്റെ വയറ്റിലേക്ക് പോകുമെന്ന് പറഞ്ഞ് സിംഹം പറഞ്ഞു. എലിയെ വിട്ടു. അപ്പോൾ എലി പറഞ്ഞു, സിംഹരാജാവേ, സിംഹത്തിന് ഒരു ദിവസം എന്തെങ്കിലും പറ്റി അന്ന് സിംഹരാജാവ് വിളിച്ചാൽ മതി, ഞാൻ ഉടനെ വന്ന് സഹായം ചെയ്തുതരാം. അപ്പോൾ സിംഹരാജാവ് കേട്ടതും ഒരു ചിരി തുടങ്ങി. ഈ കൊച്ചെലിയോ എന്നെ സഹായിക്കാൻ പോണത്? ഒരു ദിവസം ഒരു കാട്ടിലേക്ക് രണ്ടാളുണ്ടായിരുന്നു. അത് സിംഹത്തിനെ പിടിക്കാൻ റെഡിയായി നിന്നു. വലയുമിട്ട് രണ്ട് ആൾക്കാരെ മരത്തിൻ്റെ കൊമ്പിൽ നിന്നു. അപ്പോൾ സിംഹം ആ വഴി കൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ തോട്ടക്കാരൻ സിംഹത്തിനെ പിടിക്കാൻ ആൾ കണ്ടു. സിംഹം കുടുങ്ങി. സിംഹത്തിനെ കെട്ടിയിട്ടു. അവർ താഴെ ഇറങ്ങി സിംഹത്തിന് കയറ്റാൻ വേണ്ടി ഒരു കൂട് കൊണ്ടുവരാൻ പോയി. അപ്പോൾ സിംഹം വിളിക്കുന്നു, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ കുറേ മൃഗങ്ങൾ കേട്ടു. അപ്പോൾ എലിക്കുട്ടന് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടു. അപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, ഇതിൻ്റെ രാജാവല്ലേ ഇവിടെ വിളിക്കുന്നത്? എലിക്കുട്ടൻ ഓടിച്ചെന്നപ്പോൾ തോന്നുന്നു നമ്മുടെ രാജാവ് വിളിക്കുന്നു. അപ്പം സിംഹത്തിൻ്റെ വാൽ അവിടെ കാണുന്നു. അതിലേ പിടിച്ച് കയറി അതിലേക്ക് കടിച്ചു മുറിച്ചെടുത്ത് സിംഹത്തിനെ പുറത്തു വന്നു. അപ്പോൾ എലിക്കുട്ടൻ പറഞ്ഞു, ഞാൻ പോണേ രാജാവെന്ന് പറഞ്ഞപ്പോൾ സിംഹം പറഞ്ഞു, എന്തിനാ പോകുന്നത്, എൻ്റെ പെരത്തൂടെ കളിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കളിച്ചു. അവർ സിംഹത്തിനെ കൂട്ടിലാക്കാൻ കൊണ്ടുവന്നപ്പോൾ സിംഹത്തിനെ കാണും. അവർ പേടിച്ചു, അവർ ഓടി. ഇങ്ങനെയാണ് പറയുന്നത്, വലിയവരെ ചെറിയവരെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ. താങ്ക് യു.